ഈ പെർഫെക്ഷൻ എന്ന് പറയുന്ന കാര്യം അതില്ലെങ്കിൽ ഞാൻ വഴക്കുണ്ടാക്കും. ആ അത് പണ്ടൊക്കെ കൂടുതൽ വഴക്ക്. ഇപ്പം എൻ്റെ ഭാര്യയ്ക്ക് കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു ചിട്ട മനസ്സിലായിട്ടുള്ളത് കൊണ്ടും അതെങ്ങനെയാണ് പെർഫെക്റ്റ്ലി ചെയ്യേണ്ടതെന്ന് അറിയാവുന്നത് കൊണ്ട് അതൊന്നും കുഴപ്പമില്ലാതെ പെർഫെക്റ്റായിട്ട് ചെയ്തു പോകുന്നുണ്ട്. എന്നാലും ചേച്ചി എപ്പോഴെങ്കിലും സാറിനോട് ചേട്ടാ ഇത് ഇത്തിരി ഇതല്ലേ എന്ന് എപ്പോഴെങ്കിലും ഏത് പോയിന്റിലായിരിക്കും പറയുന്നത്? സാറിന്റെ നമ്മൾ പറയും ചിലർക്ക് OCD ഉണ്ടാവും. സാർ ഇപ്പൊ പറഞ്ഞു കൃത്യമായിട്ടുള്ള ചെക്ക് ലിസ്റ്റ് സാറിനുണ്ട്. ഏത് കാര്യത്തിലായിരിക്കും ചേച്ചിയുമായിട്ട് സാർ ഒരു ചെറിയ രീതിയിലെങ്കിൽ അഭിപ്രായ വ്യത്യാസം വരാൻ സാധ്യതയുള്ള ഒരു ഏരിയാസ് ഏതൊക്കെയാണ്? ഈ ഞാൻ പല കാര്യങ്ങളും വളരെ അടുക്കും ചിട്ടയോടും കൂടി ചെയ്യുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ട്. ഉണ്ട്, കറക്റ്റ്. പക്ഷേ അങ്ങനെ ഒരു സിസ്റ്റം ആവശ്യമില്ലാത്തൊരു പശ്ചാത്തലമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക്. വീട്ടിലെ കാര്യങ്ങളും കുടുംബത്തിൻ്റെ കാര്യങ്ങളും മാത്രമാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇത്തരം കാര്യങ്ങളിൽ എൻ്റെ വൈഫിനെ ഈ ട്രെയിൻഡ് ആക്കി എടുക്കാൻ ബുദ്ധിമുട്ട് ഞാൻ. പക്ഷേ പിന്നീട് ഇപ്പോൾ അവർക്കറിയാം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ആ ഒരു ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ട്രാവൽ പോകുമ്പോഴും എൻ്റെ ബാഗ് വളരെ ഓർഗനൈസ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ബാഗിൽ, ഹാൻഡ് ബാഗിൽ ഏത് പേജിൽ ഏത് കള്ളിയിലാണ് എൻ്റെ പാസ്പോർട്ട് കിടക്കേണ്ടതെന്ന് എപ്പോഴും നിശ്ചയമുണ്ട്. അപ്പോൾ പാസ്പോർട്ട് ആവശ്യപ്പെടുമ്പോൾ ഞാൻ ആ കള്ളിയെ തുറക്കൂ. പൈസ അല്ലെ പേഴ്സ് എവിടെയായിരിക്കുന്നതെന്ന് അതിന് കൃത്യമായൊരു കള്ളിയുണ്ട്, അവിടെയേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ക്യാമറ എവിടെയെന്ന് വെച്ചാൽ അതിനൊരു സ്ഥലം, ബാറ്ററി എന്ന് പറഞ്ഞാൽ ഒരിടത്ത്, അല്ലെ പവർ ബാങ്ക് എവിടെ. അപ്പം ഞാൻ ഈ സാധനത്തിന് വേണ്ടി ഒരിടത്തും തപ്പേണ്ടി വരില്ല.